ജനുവരി മാസം 23 ഇന്ന് രാവിലെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 23-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഏകദേശം 90 വർഷങ്ങൾ അബ്രഹാമും സാറയും ഭാര്യാഭർത്തൃ ബന്ധം പുലർത്തിയവരാണ്. അബ്രഹാമും സാറയും അവർ സന്തോഷകരമായി ജീവിച്ച ജീവിതങ്ങളാണ്. 127 വയസ്സ് തികഞ്ഞ സാറ മരിച്ചു. തൻ്റെ ഭാര്യ മരിക്കുന്ന സമയത്ത് അബ്രഹാം ഭാര്യയോട് കൂടെ ഉണ്ടായിരുന്നില്ല. തൻ്റെ ആടുകളും ദാസന്മാരും അപ്പോൾ അങ്ങകലെ ബേർഷേബയിലായിരുന്നു. സാറ ഹെബ്രോനിലുമാണ് താമസിച്ചത് തൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ കൂടെ. എന്നാൽ തൻ്റെ ഭാര്യ മരിച്ചു എന്ന വർത്തമാനം കേട്ടപ്പോൾ വിലപിക്കുവാനായി അബ്രഹാം സാറയുടെ ജഡത്തിൻ്റെ അടുക്കലേക്ക് വന്നു എന്നാണ് നാം വായിക്കുന്നത്. കരയുവാൻ വന്നു എന്നാണ് വായിക്കുന്നത്. ഒരു നല്ല കാര്യമാണ്. സ്വന്തപ്പെട്ടവർ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് മരിക്കുമ്പോൾ കരയണം. നമ്മുടെ ദുഃഖം നമുക്ക് തീരണമെങ്കിൽ നാം കരയണം. നാം നമ്മുടെ ദുഃഖം ഉള്ളിൽ ഒതുക്കിയാൽ നമുക്ക് മാനസികമായ വിഭ്രാന്തിക്ക് പിന്നാലെ കാരണമാകും. അബ്രഹാം കരയുവാനായിട്ട് വന്നു. എത്ര നേരം കരഞ്ഞു എന്നറിയില്ല. കുറേ നേരം അബ്രഹാം കരഞ്ഞു. പക്ഷേ കരഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കുകയില്ലല്ലോ. അബ്രഹാം ഒരു അന്യനാണ്. തൻ്റെ ബന്ധുമിത്രാദികളൊന്നും അവിടെയില്ല. ആകെ കൂടെ ഉണ്ടായിരുന്ന ലോത്തും ഫാമിലിയും പോയി. പിന്നെ അബ്രഹാമിന് വേറെ ദാസ്യദാസന്മാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാറയുടെ ശവസംസ്കാരം സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. സാറ ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന കാലത്ത് അബ്രഹാം മരണം സംഭവിച്ചാൽ അടക്കുവാനുള്ളതായിരിക്കുന്ന ഒരു ശ്മശാന ഭൂമി താനെ വാങ്ങിയിരുന്നില്ല. സാറയ്ക്ക് വേണ്ടി ഒരു കല്ലറ കെട്ടിച്ചേരുന്നില്ല. അതുകൊണ്ട് അബ്രഹാം സാറയുടെ ജഡത്തിനരികിൽ നിന്നും എഴുന്നേറ്റു. ഒരു പക്ഷേ കുറേ നേരം ചിന്തിച്ചു, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ എൻ്റെ ഭാര്യയെ അടക്കുന്നത്. അബ്രഹാം പോയി. അവിടെ നിന്ന് പോയിട്ട് എഴുന്നേറ്റ് തൻ്റെ ഭാര്യയുടെ മൃതശരീരം മറവ് ചെയ്യുവാൻ ആവശ്യമായി ഒരു സ്ഥലം അന്വേഷിക്കുവാനായിട്ട് താനെ പോയി. അങ്ങനെ താനെ പോയി ഒരു സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം താനെ വിലയ്ക്ക് വാങ്ങി. ഞാൻ വിചാരിക്കുകയാണ്, അബ്രഹാമിൻ്റെ മനസാന്നിധ്യത്തെക്കുറിച്ചാണ് ഞാൻ വിചാരിക്കുന്നത്. തൻ്റെ ഭാര്യ മരിച്ചു കിടക്കുന്നതായിരിക്കുന്ന സമയമാണ്. ആ ശവം അധികം സമയം വെച്ചുകൊണ്ടിരിക്കാനൊക്കെ ഇല്ല. അന്നത്തെ കാലത്ത് എംബാമിംഗ് ഒക്കെ ഉണ്ട്. സാറയുടെ ശരീരം എംബാം ചെയ്തോ എന്ന് എനിക്കറിയില്ല. എംബാം ചെയ്താൽ കുറേ ദിവസങ്ങളെ സൂക്ഷിക്കുവാനായിട്ട് കഴിയും. എന്നാൽ അബ്രഹാം അവിടെ നിന്ന് എഴുന്നേറ്റ് താനെ പോയി തൻ്റെ ഭാര്യയുടെ ശവ അടക്കത്തിനു വേണ്ടി ഒരു സ്ഥലം കണ്ടു. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ആ സ്ഥലം വിലയ്ക്ക് കൊടുത്തു. ന്യായമായതിൽ വലിയൊരു വിലയാണ് ചോദിച്ചത്. ആ വിലയെല്ലാം അബ്രഹാം കൊടുത്തു. സാക്ഷികളെ വരുത്തി അത് ആധാരം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വന്തമാക്കി. തികഞ്ഞ ഉത്തരവാദിത്വ ബോധവും മനസാന്നിധ്യവും മാനസിക ധൈര്യമുള്ളവനായിരുന്നു അബ്രഹാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഭാര്യ മരിച്ചതിന് ശേഷം ഭാര്യ അടക്കുവാനായിട്ടൊരു സ്ഥലം അന്വേഷിച്ച് പോകൂ. സാധാരണ പ്രായമായി വരുമ്പോൾ ആളുകൾ അക്കാര്യമൊക്കെ ചെയ്യും. ഇസ്ഹാക്ക് തൻ്റെ മാതാവ് മരിച്ചാൽ എവിടെയാണ് അടക്കുന്നതെന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അബ്രഹാം ഉള്ളതുകൊണ്ട് അബ്രഹാം അക്കാര്യമൊക്കെ നോക്കിക്കൊള്ളുമെന്ന് ഇസ്ഹാക്കിന് അറിയാമായിരുന്നു. കാരണം അസാമാന്യ കഴിവും പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ അബ്രഹാം. എന്നാൽ അബ്രഹാം നേരത്തെ അതിനുള്ളത് കരുതൽ ചെയ്തില്ല. പക്ഷേ സാറ മരിച്ചു കഴിഞ്ഞ് അത് ചെയ്തു. അബ്രഹാമിൻ്റെ മാതൃക തികച്ചും അനുകരണയോഗ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രായമേറിയ പ്രിയപ്പെട്ടവർ മരിക്കുന്നത് പോലെ അവരെ അടക്കുവാൻ ഒരു സ്ഥലം നാം കാണാതെ കാത്തിരിക്കുന്ന നന്നല്ല. അവരെ പ്രായമാകുമ്പോൾ തന്നെ ഒരു സ്ഥലം നാം കണ്ടെത്തണം. ക്രിസ്ത്യാനികളിൽ നല്ലൊരു ഭാഗം ആളുകൾക്കും അവരുടെ പള്ളിയിൽ സെമിറ്ററി കാണും. ആ സെമിറ്ററിയിൽ അടക്കുന്നത്. ഇനിയും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നതായിരിക്കുന്ന സഭയ്ക്ക് അങ്ങനെ അടക്കുവാനായിട്ടൊരു സ്ഥലമില്ലെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വളരെ വേദന നിറഞ്ഞ സന്ദർഭമാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ. പ്രത്യേകിച്ച് അവരെ അടക്കുവാനായിട്ടൊരു സ്ഥലമില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് എത്രയധികം വേദനയും പരിഭ്രാന്തിയുമാണ് ഉളവാക്കുന്നത്. എന്നാൽ പരിഭ്രാന്തി നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുകയില്ല. വേദനയും നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുകയില്ല. അതിനാവശ്യമായിരിക്കുന്ന നടപടിക്രമങ്ങൾ നാം ചെയ്യേണ്ടതാണ്. അബ്രഹാം എഴുന്നേറ്റു. അത് ആ ദേശത്തിലെ ആളുകളുടെ അടുക്കൽ ചെന്നു, കാര്യങ്ങൾ പറഞ്ഞു. തനിക്ക് യോഗ്യമായിരിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തിയ സ്ഥലത്തൊരു ഗുഹയുണ്ടായിരുന്നു. ഗുഹയോടുകൂടി ആ സ്ഥലം വാങ്ങി. ആ ഗുഹയിലാണ് സാറയെ അടക്കിയത്. പിൽക്കാലത്ത് അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഒക്കെ അവിടെയാണ് അടക്കിയതെന്ന് നമുക്കറിയാം. നല്ല മാതൃകയാണ് അബ്രഹാം ചെയ്തത്. തൻ്റെ കുടുംബത്തിനു വേണ്ടി, കുടുംബത്തിൻ്റെ ശവസംസ്കാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി. അത് ആവശ്യമായ നിലയിൽ നിയമാനുസരണം അത് വാങ്ങി, കാശ് കൊടുത്ത് വാങ്ങി, അതിന് കരാർ എഴുതി, അല്ലെങ്കിൽ അതിന് ആധാരം എഴുതി
അത് മുദ്രവെച്ച് സാക്ഷികൾ ഒപ്പുവെച്ച് തൻ്റെ സ്വന്തമാക്കി. എൻ്റെ പ്രിയമുള്ളവരെ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. അനേക ആളുകളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയില്ല, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയില്ല. ഒരു സാഹചര്യം വരുമ്പോൾ ആകെ കൂടെ പിന്നെ മാനസികമായി തളർന്നു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ഭാര്യ മരിച്ചും പോയി, ശവം വെച്ചുകൊണ്ടിരിക്കാനും ഒക്കെയില്ല, എവിടെയെങ്കിലും നടക്കണ്ടേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിഷമിച്ചിരുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല. അബ്രഹാമിൻ്റെ നല്ല മാതൃക നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നാം ബുദ്ധിയോടെ പെരുമാറേണ്ടത് ആവശ്യമാണ്. സാഹചര്യം വന്നാൽ നാം അതിൽ വിഷമിക്കുകയല്ല, ആ സാഹചര്യത്തിൽ ധൈര്യം കാണിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ സുബോധത്തോടുകൂടി ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ മാതൃക നമുക്ക് എല്ലാവർക്കും അനുകരിക്കാം. അങ്ങനെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിൻ വചനം ഞങ്ങൾക്ക് ഐശ്വര്യം